ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മ പതിവ് പോലെ ഇതാ പച്ചക്കറി പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാ ഇല്ല് കേട്ടാ. നമ്മൾ അടുക്കളത്തോട്ടത്തിലാ ഇല്ല്. അടുക്കളത്തോട്ടത്തിലായില്ലത്. അപ്പം നമുക്ക് രണ്ട് നിരമ്പൻ പീച്ചിങ്ങ ഉണ്ട്, അത് പറിക്കാം. ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പം നവരാത്രി വ്രതത്തിലായിരിക്കൂലേ, അവയ്ക്കെല്ലാം വേണ്ടിയിട്ട് ഇന്നൊരു നാടൻ കറിയാന്ന് ഉണ്ടാക്കാൻ പോകുന്നല്ലോ. നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ പയറും നിരമ്പനും കൊടോരി അതും കൂടിയിട്ടില്ലേ ഉപ്പേരി, താളുമ്പോള പരിപ്പ് കറി. അതെ, അടിപൊളിയായിരിക്കും. താളിൻ്റെ കറി കാണിക്കുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിനി. നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പരിപ്പും താളിൻ്റെ പോലെയാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോകുന്നത്. വേറെന്തോ പേരും കൂടി പറഞ്ഞ മേന് പീട്ടിയാ നിരമ്പനും. നമ്മ ഇവിടെ നിരമ്പൻ കൊടോരി, ചില സ്ഥലത്ത് താലോലിക്ക എന്നെല്ലാം പറയുന്ന. ഇനിയുണ്ടാ ഒന്ന് താഴെ വലുതുണ്ടായിന്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, അതായിട്ടാ നമുക്ക് പിന്നെ പറിക്കാം. ഇതൊന്നും കൂടി ഉണ്ട്. എല്ലാം പ്രാണി കുത്തിയിട്ട് ശരിക്കൊന്നും വളരുന്നില്ല. പ്രാണിയെ കൊണ്ട് വല്ലാത്ത ശല്യാണ്, ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. ഇത്ര പേരെ 3 കിട്ടിയിട്ടുണ്ട്. പയറും കൂട്ടിയിട്ട് വറുക്കാൻ ഇത് മതിയില്ല. ഇപ്പൊ 2 ഇടി ഉണ്ട് ഇതാ. അപ്പൊ ഇത് കുറച്ചുകൂടെ ആവണം. ഇത് രണ്ടും ഒന്നിച്ച് പറിക്കാം നമുക്ക്. അപ്പത്തേനും പയറും ആവും. അന്നേരം ആദ്യം പയറൂട്ടിട്ട് വറുക്കുക. പയറിട്ടിട്ട് വറുക്കുക. പയറും പിന്നെ നിരമ്പനും നല്ല ടേസ്റ്റാണ് വറുക്കുക. ഇനി മുടിയായെങ്കിൽ പിടിക്കും അല്ലേ? നടക്ക് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇത്രയും പച്ചക്കറി കിട്ടിയിട്ടുണ്ട്. ഇന്നേക്ക് വറവിനിട്ട് നല്ലൊരു പച്ചക്കറി വളഞ്ഞതുകൊണ്ട് പ്രാണി കുത്തിയിട്ട് വളഞ്ഞു പോയല്ലേ. പ്രാണി കുത്തും എന്താ വെച്ചാൽ നമ്മൊന്നും മരുന്നൊന്നും അടിക്കുന്നില്ലല്ലോ. അപ്പം മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രാണിയൊന്നും കുത്തൂല. നമുക്കിപ്പോൾ ഇതെല്ലാം എന്താ പ്രാണി കുത്തിയിട്ട് ഇങ്ങനെ ആക്കി വളഞ്ഞു പോയല്ലേ, വളഞ്ഞു പോയി. അപ്പോൾ അവിടെ 2 വൈനിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പറിക്കാം. അത് ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, അത് കാനം കൊണ്ട് അതിങ്ങനെ വളഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്കത് പറിച്ചെടുക്കാം. പച്ച വൈനിങ്ങാന്നല്ലേ ഇപ്രാവശ്യം? അല്ലെങ്കിൽ അതേപോലത്തെ നല്ല വയലറ്റ് വൈനിങ്ങാന്ന് നമുക്ക് പിടിക്കല് നീളത്തെ. ഇന്ന് അതിന്റെ വിത്ത് നമുക്ക് കിട്ടിയിട്ടാ. അന്ന് പോകുമ്പോൾ അത് തീർന്നു. പച്ചയാണ്. പച്ചങ്ങി പച്ച വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയത്. അതെ, പച്ച നല്ല വലിയ നീളത്തെ വൈനിങ്ങാന്ന്, നല്ല ഉണ്ട് കാണാൻ. കുരു ആവുന്നതിന്റെ ഇപ്പോഴത്തെ പറിച്ചാൽ നല്ല ഇതാണ്. അധികം കുരു മൂക്കാൻ പാടില്ല, ചെള്ളന്നെ പറിക്കണം. നമുക്ക് അതും കൂടെ പറിക്കാം. ഇത് പറിക്കാം. ഇവിടെ വേറെയും ഉണ്ട് കേട്ടാ. ഓ, രണ്ട് 3 വെണ്ടക്കയും കിട്ടിയിട്ടുണ്ടേ. വെണ്ടക്കെല്ലാം പറിച്ച് പറിച്ച് ലാസ്റ്റ്. പച്ചമുളക് ഉണ്ടമ്മ പറിക്കാനായാ? വെയിലായിട്ടെല്ലാം പാടിയ പോലെ. കക്കിരിക്ക ഏതാ ചെറുതാവുന്നുണ്ട്. അതിനും പ്രാണി വന്നിട്ട് കുത്തിയിട്ട് അതും കളഞ്ഞു. എല്ലാം പ്രാണി കുത്തന്നെ. അവർ കുത്തിയതിന്റെ ബാക്കി നമുക്ക് പറിക്കാം. വളരൂല നല്ലൊരു ഷേപ്പിൽ. പ്രാണി കുത്തിയാ പിന്നെ ആ സൈഡ് വരുന്നു വളഞ്ഞ പോലെ. താളമ്പോള, പരിപ്പ്, കാന്താരി ഉണ്ടാമ? അപ്പൊ താളമ്പോളയും പറിച്ചെടുത്തിട്ടുണ്ട്. കാന്താരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അസ്തമ്മ വീണ്ടും കൊറേ പച്ചക്കറി കിട്ടിയിട്ടുണ്ട്. അന്ന് നമ്മ പോയിട്ട് വിളവെടുത്തിട്ടേ അതിന് ശേഷം പറിച്ചാണിത്. അന്ന് എന്തെല്ലാം ഉണ്ടായിനമ്മ? വെണ്ടക്ക, നീല വഴുതനങ്ങ അന്നുണ്ടായിന്. ഇന്ന് പച്ച വഴുതനങ്ങ.
അത് നമുക്ക് വേറെ ദിവസം വറവാക്കാം. കൊടോരിക്കുണ്ട്, കൊടരിക്കും പയറൊന്നും വെക്കാം. പച്ചമുളകും കുറച്ച് വെണ്ടയ്ക്കും കുറച്ച് പയറും, ഇതെല്ലാം നിന്ന് നമുക്ക് കിട്ടിയത്. കൊടോരിക്കും പയറും കൂടി മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്കിന്ന് വറുക്കാം. ഇപ്പം ഇതിൻ്റെ ഞരവ് ഇങ്ങനെ ചെത്തി എടുക്കണം. ഇതിൻ്റെ ഇങ്ങനെ ഇല്ലാന്ന് ഇതിനാണ് ഞരമ്പൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഞരവ് ഉണ്ടായതുകൊണ്ട്. മറ്റേ പീച്ചിങ്ങത്ത് ഇങ്ങനെ ഉണ്ടാവില്ല, മറ്റേ ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ചിരണ്ടേ ഉള്ളൂ, ഇതിങ്ങനെ ചെത്തണം. പടവലത്തിനാണെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ചെറിയ ചൂളിയുണ്ടാവും, അതും ചെത്തി ചിരണ്ടുണ്ട്. ഇതിനിങ്ങനെ ഒരു ചെത്താൻ തന്നെ ഉണ്ട്. വെണ്ണക്കൊടവരത്തിനായാലും ഇങ്ങനെ ചിരണ്ടേ ഉള്ളൂ. ഇതിന് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. ഞരമ്പൻ, പിന്നെ കോടോരം, അതെല്ലാം നിങ്ങളുടെ പേര് പറയല്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കുറേ ആൾ ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞാൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന്. താലൂരിങ്ങ അല്ലേ, താലൂരിക്ക അങ്ങനത്തെ പേരുണ്ട്. പീട്ടി, നരമ്പൻ, പീട്ടി അത് പറഞ്ഞിട്ടില്ലേ. നമ്മളങ്ങോട്ട് അതിന് പീച്ചിങ്ങാണത്. ഇതിനെന്താ പേര് അറിയില്ല. വെണ്ണക്കുടമായിരിക്കും. നമുക്കിവിടെ ചെത്തി മുറിച്ചിട്ട് ഇത്ര നാളത്തിന് മുറിക്കാം അല്ലേ. ഇങ്ങനെയാണ് മുറിച്ചെടുക്കൽ. പയറും അതുകൊണ്ട് കുറച്ച് നീളത്തിന് മുറിക്കുമല്ലോ അതേപോലെ. പരിപ്പിൻ്റെ ഒപ്പം മുറിച്ചിട്ട് ഇടാനാണ് വേഗമാവും. താളിൻ്റെ പോള വസന്തമ്മ മുറിക്കുകയാണ് കേട്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ പച്ചക്കറി എല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് 2 വിസിലടിച്ചിട്ട് ഇതാ ഇവിടെ ഓഫാക്കിയിട്ടുണ്ട്. വെന്തിട്ടുണ്ടാവും, പകുതി വെന്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് താളിൻ്റെ പോള നമുക്ക് ഇട്ട് കൊടുക്കാം. ബസ് താളം പോളെല്ലാം നല്ലപോലെ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അതിന് താളമ്പോള ഇട്ട് അരവെല്ലാം ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കൂലേ, അത് വേവാനില്ലേ. ഇനി ഒറ്റ വയസ്സിലല്ലോ വേണ്ട അമ്മ താളമ്പോളക്ക്, എന്നാൽ തന്നെ നല്ലോണം വേവും. ബീസിലെങ്കിലും പ്രശ്നമില്ല, ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചാലും മതി. താളമ്പോളക്ക് അത്രയും വേവില്ലു, വേഗം വെന്തിട്ടു. ഏതാ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ വേണ്ടിവരും. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഒറ്റ വിസിലടിച്ചെടുക്കാം അല്ലേ, എന്നാലും വേഗം ആവുമല്ലോ. നമുക്ക് വേഗം ചോറിക്കണ്ടേ, വെള്ളം കൂടി കഴിക്കാം. സമയമായി, നമ്മ പച്ചക്കറിയെല്ലാം പറിച്ചിട്ട് വന്നു. പിന്നെ 2 ആളെയും പ്രഷർ ഷുഗർ എല്ലാം നോക്കാൻ പോയി. അപ്പൊ അങ്ങനെല്ലാം ആകുമ്പോൾ സമയമായി, നമ്മൾ അരക്കൂതെല്ലാം കഴിയുന്നത് സമയമായി. അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് വറവാക്കി എടുക്കാം. അപ്പൊ രുചി ഇതൊന്ന് അരച്ചെടുക്കണം. അതെ, അപ്പൊ നമ്മളെ പരിപ്പും താളമ്പോളക്കില് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി ഇവിടെ എടുത്ത് വെച്ച് ചെറിയ ഉള്ളി ചേർക്കുന്നവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് ആണല്ലോ. അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അരക്കാം. അതെ, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാ. ചുന്ദരി. അപ്പൊ തേങ്ങ ഇതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കുക്കർ 1 വിസിലടിച്ചിട്ട് എയർ നമുക്ക് കളഞ്ഞു കൊടുക്കാം കേട്ടാ. എന്താ വെച്ചാൽ താളമ്പോളക്ക് അത്രയേ വേവില്ലു. താളമ്പോളെല്ലാം വെന്തു. അധികം ഇളക്കിയാൽ പിന്നെ അതെല്ലാം ഉടഞ്ഞിട്ടും പോകും. അതെ, താളമ്പോള നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞിട്ട് പിന്നെ രസം ഉണ്ടാവില്ല. ഇത്രയും വേകാൻ പാടില്ല. ഇങ്ങനെ എടുത്ത് തിന്നാൻ വേണം അല്ലേ. നമുക്ക് ഇതിലേക്ക് അരച്ച് നമ്മളെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി.
ഉപ്പ് കുറവുണ്ട്, ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങി വെക്കാം കേട്ടാ. ഇനി വറുത്തിടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപ്പും താളുമ്പോഴും കറി റെഡി. നമ്മളെ ചിരി എന്നാ സന്തോഷം എനിക്ക് തെറ്റുമ്പോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില വേണ്ടതുണ്ട്. കറിയില്ല അപ്പം നമ്മളെ കറി റെഡിയായി. വറുത്തിട്ടാട് ഇങ്ങനെ അടച്ച് വെക്കണം, അതിൻ്റെ സ്മെല്ലൊന്നും പോകാൻ പാടില്ല. അപ്പം നമ്മളെ വറവിനുള്ളത് പണി നോക്കാം. വറവ് അതായത് ഉപ്പേരി, എന്തെല്ലോ പേരില് വറവ്, തോരൻ, ഉപ്പേരി. നമ്മളെ കണ്ണുകറി പറയും വറവ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഈ ഇൻഡാലത്തിൻ്റെ ചീഞ്ചട്ടിയിലേ വേഗം വെന്ത് കിട്ടും, അതാണ് ഇതാക്കും. എണ്ണയെല്ലാം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മളെ ഫ്രഷ് പറങ്കിയിട മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് അമ്മേൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് വരച്ചാണ്. അതുകൊണ്ട് പറങ്കി പയറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊടവരിക്കയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മൂക്ക് കയറി. പച്ചമുളകിൻ്റെ ഒരു ഇത് വേവുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് കാണുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല. അതെ, നോക്കിയിട്ടേ ഇട്ട് കൊടുത്തോളൂ. ഇപ്പം കാണുമ്പോൾ ഒരു ചട്ടി ഉണ്ട്, കാച്ചട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഇങ്ങോട്ടെല്ലാം എല്ലാവരും പിന്നെ ഉപ്പേരിയിൽ മഞ്ഞൾപ്പൊടി ഇടും അല്ലേ? എല്ലാവരും മഞ്ഞൾപ്പൊടി ഒന്നും ഇടാണ്ട് എല്ലാവർക്കും. നമ്മളെ വസന്തമ്മ പറങ്കിപ്പൊടി ഇടും. പയറ് വറുക്കുമ്പോൾ അമ്മ വസന്തമ്മ അപ്പം പറങ്കിപ്പൊടി ഇടലുണ്ട്, നല്ല ടേസ്റ്റാണ്. അല്ല ഞാൻ പറഞ്ഞ പൊടി ഇടുന്നു, രണ്ടാട്ടെന്ന് കണ്ടിട്ടാണ്, മറ്റേ എനിക്ക് വറക്കാനൊന്നും അറിയില്ല, അവിടുന്നെല്ലാം പഠിച്ചിനി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അധികം ഇടാൻ പാടില്ല, ജസ്റ്റ് ഒരു പെയ്യുന്നു. വെള്ളം ഒഴിച്ചിട്ടാ വെള്ളം വരുന്നതാ. ആ കഴുകി വാരിയ വെള്ളം മാത്രം മതിയല്ലേ? എല്ലാവർക്കും മൂക്ക് കയറിയിട്ടാ. പച്ചമുളക് ആദ്യം ഇട്ട് കൊടുത്തിട്ട്, പക്ഷെ പച്ചമുളക് ആദ്യം എണ്ണയിൽ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മഞ്ഞപ്പൊടി കുറഞ്ഞു ചൂടാറേ. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മളെ ഫ്രഷ് നാടൻ പച്ചക്കറീൻ്റെ ഒരു ഗുണം അതാണ്, വെള്ളം ഇന്ന് തന്നെ വരും, വെള്ളം വെക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അപ്പം നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങേൻ്റെ തീരെ അല്ലാതെ ചേരി അങ്ങനെ ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മളെ വറവ് റെഡിയല്ലേ. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് അല്ലേ? സ്മെല്ല് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഫ്രഷ് പച്ചക്കറി അതെ. അപ്പോൾ എൻ്റെ ഒരു നേരം നോക്കാൻ ഇതെല്ലാം
സമയം കൂടാൻ വേണ്ടിയിട്ട് തടിക്കും നല്ലൊരു വ്യായാമം വരും, കൊത്തും കളക്കരം ചെയ്താൽ ഇപ്പം നടക്കാൻ കാര്യമില്ലല്ലോ. പോണ്ടേ, നീട്ടി നീട്ടി എത്രയായി. നാളെ നിങ്ങളെ പറഞ്ഞിട്ട് ഇപ്പൊ കുറേ ആയി. അമ്മ ഓണത്തിന്റെ ആ വെക്കേഷന്റെ സമയത്ത് തന്നെ കാണിക്കാൻ വേണ്ടിട്ട് കാല് കാണിക്കാൻ പോവാൻ വേണ്ടി തന്നെയാണ് കോഴിക്കോട്. ഇപ്പൊ നീണ്ട് ഇപ്പൊ നവമീന്റെ ലീവിനേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നവമീന്റെ ലീവിന് നമ്മ കോഴിക്കോട് എന്തായാലും പോകുന്നതായിരിക്കും. പോകുന്നു ഉറപ്പിക്കുന്നുണ്ട് ഞാൻ. എങ്ങനെയാന്ന് പറയാ, മാറും അറിയില്ല. അതിനൊക്കെ പണിക്കാറ്റം വന്നെങ്കിൽ ഓഫാക്കട്ടാ. ഓഫായിക്കോ. അപ്പം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതാ ഞാൻ വെള്ളമൊന്നും വെച്ചിട്ടാ, വെള്ളം കുറേ വെള്ളം ഉണ്ടായിന്, എല്ലാം വറ്റിപ്പോയി. ഇതാ അപ്പം നമുക്കിനി ചോറ് വയ്ക്കാം. ബസ് വെച്ചിട്ട് കണക്കട നല്ലോണം വിശക്കുന്നുണ്ട്. എനക്കോ നമ്മളെന്താ വെച്ചാൽ രാവിലെ ചായ കുടിച്ചാലുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ ഒന്നും അങ്ങനെ ചായയോ അല്ലെങ്കിൽ വേറൊന്നും അങ്ങനെ കടിയോ ഒന്നും കഴിക്കില്ല. രാവിലത്തെ ചായ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് വൈകുന്നേരത്തെ ഒരു കട്ടൻ ചായ, രുചി ആയാലും അങ്ങനെ, പിന്നെ രാത്രിക്കത്തെ ചോറ്, അങ്ങനെ ഉണ്ട് നമ്മളെ ഭക്ഷണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന പരിപാടി ആയിരിക്കും ഇല്ല. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. ഓക്കെ, ചോറ് കഴിക്കാം തമ്മേ. ഓക്കെ, ചോറ് കഴിക്കാം. അപ്പൊ നമ്മളെ പരിപ്പും താളുമ്പോളയും കറിയും നല്ല നാടൻ നമ്മളെ അമ്മേൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് വരച്ച പയറും കൊടരിക്കും കൊണ്ടില് ഉപ്പേരിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടെ പപ്പടും ഇതാ കയ്പൊക്കെ കൊണ്ടാട്ടും കൂടി ഉണ്ട് കേട്ടാ. രണ്ടാക്കും ഞാൻ വിളിത്തരാം. കഷ്ണം കൊടുക്കുക, കഷ്ണം താളമുള്ള ഭയങ്കര ഇഷ്ടമായിരിക്കും കണ്ണിൽ തിന്നാൻ വേണ്ടിയിട്ട്. കൈപ്പൊക്കെ കൊണ്ടാടാം. അപ്പോൾ മൂന്നാളും ചോറ് കഴിക്കലായി. അതീ ലോകോലോ സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. കഴിച്ചിട്ടുണ്ടോ? സമയമായിട്ട് അവര് സ്കൂളിൽ നിന്ന് 12:30 ചോറ്. അപ്പോൾ നല്ല കോഴിക്കോറും പരിപ്പുകറിയും നല്ല താളമ്പോളിയും ചേമ്പുന്നുണ്ട് അല്ലേ? ചേമ്പുന്നുണ്ട്. ചേമ്പിൻ്റെ തണ്ട് നമ്മൾ പറയും താളമ്പോള. വറവുണ്ട് അല്ലേ? വറാൻ മതിയില്ലേ ചോറ് കഴിക്കാൻ? പരിപ്പ് കറിയും താളമ്പോളയും പിന്നെ ചോദിക്കണ്ട. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എന്തെന്നാ സ്പെഷ്യല് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു ഉച്ചവിശേഷമാണ്. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ട് വരാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.